ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷു ആണല്ലേ. വിഷുവിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വിഷു കഴിഞ്ഞിട്ടുള്ളൊരു രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. കുറച്ച് തിരക്കിൽ പെട്ടുപോയത് കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കുറച്ച് ലേറ്റായി പോയി, എന്നാലും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വിഷുവായിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിൽ ഞങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകണം കേട്ടോ. എല്ലാവരുടെയും ഒരുപോലെയൊക്കെ ആയിരിക്കും, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണീറ്റു. ഏട്ടനെയാണ് ആദ്യം കാണിച്ചത്, പിന്നെ ഞാൻ കണ്ടു, പിന്നെ അനിയൻ കണ്ടു കേട്ടോ. പൊതുവെ കണ്ണ് മൂടിയിട്ടാണ് കൊണ്ടുവരാറ്, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ കണ്ണിൻ്റെ അവിടേക്ക് എത്തില്ല. അമ്മ ഹൈറ്റ് കുറവാണ്, ഞങ്ങൾ കുറച്ച് ഹൈറ്റാണ്, അപ്പോൾ അമ്മയ്ക്ക് കൈ എത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വയം കണ്ണടച്ചിട്ടാണ് വരാറുള്ളത് കേട്ടോ. ചെറുപ്പത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമുക്ക് കാണാനുള്ളത് പടക്കങ്ങളാണ് കേട്ടോ. പടക്കൾ ഇനി പൊട്ടിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. ഇനിയുള്ളതൊക്കെ പട്ടാ സൗണ്ടുകളാണ് കേട്ടോ. അപ്പോൾ വോയിസ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഫുൾ പടക്കത്തിൻ്റെ സൗണ്ടുകളാണ് കേൾക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി? 1000 രൂപ. ഒന്ന് ഇതിന് മാത്രം 1000 രൂപ കൊടുത്തിട്ട് ബാക്കിക്ക് 1 രൂപ 2 രൂപയ്ക്ക്. എന്താ ഉണ്ടായേ? അമ്മ പേടിക്കണ്ട, ഓടിക്കോ. ബാഗിൽ പോകണ്ട.
ഇതൊക്കെ എന്ത്? പക്ഷെ അത് നല്ല രസം ഉണ്ടായിരുന്നല്ലേ അടുപ്പിച്ച്. സൂപ്പറായില്ലേ? ഇനി അടുത്ത വെച്ച് നോക്കുമ്പോ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കും. ഞങ്ങൾ 4 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുക. അപ്പോൾ നേരമൊക്കെ വെളുത്തു, എല്ലാ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഞാൻ ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞു. നമ്മൾ കോലമൊക്കെ ഇട്ടു, വെള്ളമൊക്കെ നനച്ച് കോലമൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും തന്നെ നേരമൊക്കെ വെളുത്തു. പിന്നെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കത്തിച്ച് വിട്ടു കേട്ടോ. പിന്നെ പറഞ്ഞാൽ മഴ എന്തായാലും പെയ്യും ചിലപ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചത്തിൽ ഞാനൊന്ന് കൃഷ്ണനെയും കണികളൊക്കെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് കാണിച്ചത് നമ്മൾ കുറച്ച് ഇരുട്ടിലായിരുന്നു. ഇപ്പോൾ വെളിച്ചത്തിൽ കൃഷ്ണൻ നല്ല പുഞ്ചിരിയോട് കൂടി ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുളിച്ചൊക്കെ ഒരുങ്ങി നമ്മൾ അമ്പലത്തിൽ പോകണം. അതിന് മുമ്പായിട്ട് നമ്മൾ കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മനിൽ നിന്നാണ് ഞങ്ങൾ കൈനീട്ടം വാങ്ങുന്നത്. ഞങ്ങളിങ്ങനെ മൂത്ത ആൾ ആദ്യം വാങ്ങും, പിന്നെ താഴെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വാങ്ങിയതിന് ശേഷം എനിക്ക് കൈനീട്ടം തന്നു. ഞാൻ വിഷുക്കോടെയാട്ടോ ഇട്ടിരിക്കുന്നത്. സാരി ആയിരുന്നു. ഞാൻ തന്നെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. തലേ ദിവസമായിരുന്നു കേട്ടോ. നമ്മുടെ തലേദിവസം വ്ളോഗിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ആ ബ്ലൗസ് തന്നെയാണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എൻ്റെ അനിയനാണ് കൈനീട്ടം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ ഇനി ആരുടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനൊന്നുമില്ല. ചെറുപ്പത്തേക്ക് ആണെങ്കിൽ കുറേ വരുന്നതൊക്കെ കിട്ടാനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വലുതായതിന് ശേഷം ആ അമ്മൻ്റെ നിന്ന് മാത്രമേ കിട്ടാനുള്ളൂ. വലുതായിട്ടൊന്നുമില്ല കേട്ടോ. 101 രൂപ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. മുമ്പും നമ്മളിപ്പോഴൊക്കെ തന്നെ. പിന്നെ ക്യാഷിൻ്റെ വലിപ്പത്തിലല്ലല്ലോ കാര്യം. നമ്മൾ കൈനീട്ടം പറയുന്നത് 1 രൂപയാണെങ്കിലും വാങ്ങുക എന്നാണ് കേട്ടോ. പിന്നെ അമ്മ 101 രൂപ വെച്ച് തന്നു, അത്ര തന്നെ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം 3ാമത്തെ വിഷുവാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പുള്ള 2 വർഷം എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോഴൊക്കെ കറക്റ്റായിട്ട് പീരിയഡ്സിൻ്റെ ഒരു ടൈമായിരുന്നു. ഒരു 4th ഡേ 5th ഡേ ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരു പെട്ടുപോയി. ഈ പ്രാവശ്യം പീരിയഡ്സ് ആയിട്ടില്ല. അതുകൊണ്ട് അത്രയും സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകാനുണ്ട്. അമ്പലത്തേക്ക് ഞങ്ങൾ പോകുന്നത് വടക്കന്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ കൃഷ്ണനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയി തൊഴണം. അപ്പോൾ അമ്പലത്തിലെത്തി. ഞങ്ങൾ ഏകദേശം ഒരു 8 കാലാകുമ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇത് ഞങ്ങൾ പണ്ടിരുന്ന ഒരു ഏരിയ കേട്ടോ. അതായത് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വന്ന മുമ്പായിട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്ന ഏരിയയാണ്. അപ്പോൾ ഈ ഒരു അമ്പലമായിട്ട് ആ ഒരു പരിസരമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് വർഷത്തെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എത്ര തന്നെ ആയാലും ഞങ്ങൾ ഓണമായാലും ഓണത്തിന് വ്ളോഗിൽ നിങ്ങൾക്ക് കണ്ടറിയാം ഞങ്ങൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. ഇവിടെ വിശേഷങ്ങൾ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വേഗം വരും കേട്ടോ. ഇവിടെ വലിയൊരു അമ്പലമാണ്. അത്രയും തിരക്കുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ഒട്ടിക്കത്തെ തിരക്കാണ് ഉള്ളിൽ. കൃഷ്ണനെ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ക്യൂ നിന്നിട്ട് വേണം നമുക്ക് തൊഴാൻ. അപ്പോൾ തൊഴുതു. പിന്നെ ഭഗവതിൻ്റെ അവിടെ നിന്ന് എനിക്ക് കൈനീട്ടം കിട്ടി കേട്ടോ. എപ്പോഴും ഈ എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. ഇതാണ് ഭഗവതി. അപ്പുറത്തെ സൈഡാട്ടോ കൃഷ്ണൻ്റെ. പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെയാണ്. പിന്നെ ഈ ഭാഗത്ത് എല്ലാവരും ഫോട്ടോയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും ക്യാമറ എടുത്തോട്ടെ. കൃഷ്ണൻ്റെ ഭാഗത്ത് ആരും ക്യാമറ ഓണാക്കണം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും എടുത്തെനിക്ക് പേടിച്ചിട്ട്. പിന്നെ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു പ്ലേസാണ് ഈ ഒരു സൈഡൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കും. ഞാനും കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. നല്ല രീതിക്ക് തിരക്കുണ്ട് കേട്ടോ. ഈ ഒരു തിരക്കൊന്നല്ല. ഇനി കുറച്ച് നേരം നട അടച്ചിട്ട് ഒരു പൂജയുണ്ട്. ഒരു 9-9:30 ആകുമ്പോൾ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നല്ല രീതിക്ക് തിരക്ക് വരും കേട്ടോ. എന്താണെന്നറിയില്ല, വിഷുവിന് മാത്രം ഒരുപാട് തിരക്കുണ്ടാവും. ഓണത്തിന് പറഞ്ഞാൽ നമുക്ക് സദ്യ ഒരുക്കണം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും പോകും, നേരത്തെ തൊഴുതിയിട്ട് പോകും. അതുകൊണ്ട്
ഈ പ്രാവശ്യം നല്ല വിഷുവിന് ഞാൻ അധികം നേരത്തെ വന്ന് തൊഴുതിട്ട് പോകും. ഞങ്ങൾക്ക് വീട് ഇവിടെ അടുത്തായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ തൊഴുതിട്ട് പോകും. ഇപ്പോൾ ഇവിടെ ലോങ് ആയതുകൊണ്ട് നമ്മൾ 8:30 ആകുമ്പോഴേക്കൊക്കെ എത്തിയത്. പിന്നെ ഇപ്പോൾ വിഷുവിന് എന്തോ ഒരു പരിപാടി ആയതുകൊണ്ട് എന്തോ ക്ലബ്ബിൽ, ഈ സ്പോർട്സ് ക്ലബ്ബിലേക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ കിറ്റ് ഇങ്ങനെ കൊടുക്കുന്ന സംഭവം കാണിക്കുമായിരുന്നു. പിന്നെ അപ്പോഴേ കാണിച്ച ഒരു ബോയ്സ് ടീം, അതിലെൻ്റെ അനിയനുണ്ട്, അനിയൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. അവർ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. അതുകൊണ്ടാണ് കുറേ നേരം അവരിങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ തന്നെ നേരമായി കേട്ടോ. 11:45 11:45 ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത്രയും നേരം അമ്പലത്തിൽ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തൊഴുതിട്ടൊക്കെയാണ് കുറേ നേരം ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോഴും നല്ല തിരക്കുണ്ട് കണ്ടോ. ഈ ഒരു 11-11:30 നല്ല രീതിയിൽ തിരക്കുണ്ട് അമ്പലത്തിൽ. ഈ വിശേഷ ദിവസങ്ങളിൽ എപ്പോഴും കുറച്ച് സമയം ഉണ്ടാവും. പിന്നെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരു 10 മണി കഴിയുമ്പോഴേക്കൊക്കെ അമ്പലം അടയ്ക്കും കേട്ടോ. ഓക്കെ, പിന്നെന്താ, നമ്മൾ അത് കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചൊരു 20 മിനിറ്റ് നമുക്ക് വീട്ടിലേക്ക് എത്താനുണ്ട്. പിന്നെ ഇടയിൽ വെച്ച് നമ്മൾ ഇളനീര് ജ്യൂസ് വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല രീതിക്ക് ചൂടൊക്കെയാണല്ലോ, അപ്പോൾ ഒന്ന് കുളിർമയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ രാവിലെ നേരത്തെ 3:30 എണീറ്റതാണ് പുലർച്ചയ്ക്ക്. ചായ മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. നമുക്ക് ഒട്ടും ടയേർഡാവും നമ്മൾ ഒരുപാട്. അതിന് അത്രയും നേരത്തെ എണീറ്റിട്ട് നമുക്ക് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുമ്പോൾ. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ സ്റ്റാൻഡൊക്കെ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഞാൻ തമിഴിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട്, വേറെ ആരും എടുത്തുതരാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ 4 പേരുടെ ഫോട്ടോ വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇനി വേറെ നമുക്ക് ഫുഡ് ഓൾറെഡി ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഫുഡ് റെഡി ആക്കിയിട്ട് പോകുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു ഫുഡ് റെഡി ആയിക്കോളെ, എല്ലാവരും നമുക്ക് വരുമ്പോൾ സമയമാവും കഴിക്കാനൊക്കെ, പിന്നെ ഉണ്ടാക്കി കഴിക്കുക പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 8 മണിക്ക് പോകുമ്പോൾ നമ്മളെല്ലാം റെഡി ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കെല്ലാം അഴിക്കണം, ഭയങ്കര ചൂടാണ്. പിന്നെ എൻ്റെ കാറ്റത്തൊക്കെ എൻ്റെ മുടിയൊക്കെ കെട്ട് ചിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത പണിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാരിയൊക്കെ സെറ്റാക്കി ഒന്ന് ഫ്രഷ് ആവണം. അങ്ങനെ ഞങ്ങൾ കഴിക്കുന്നത് പച്ചരിക്കഞ്ഞി, നാളികേരമൊക്കെ ഇട്ടിട്ട് പച്ചരിക്കഞ്ഞിയും പിന്നെ പുളിയവര സംഭവം ഉണ്ടല്ലോ, അത് വറുത്തിട്ട് നാളികേരമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സംഭവം ഉപ്പേരി പോലെ, അതാണ് ഞങ്ങൾ കഴിക്കാറ് കേട്ടോ. വിഷു ദിവസം അങ്ങനെയാണ് കഴിക്കാറ്. രാവിലെ കഴിക്കാറ്. അപ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആയി. ഓക്കെ, അപ്പോൾ അത് കഴിച്ചു. പിന്നെ നമ്മൾ ഇളനീര് ജ്യൂസ് കുടിച്ചു കേട്ടോ. അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. കുറച്ച് ഫുഡ് കഴിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുടിക്കണം കേട്ടോ. പിന്നെ ഒരുപാട് ലേറ്റായിക്കിന് അത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കേടാവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വേഗം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അമ്മ അതിൽ ഇടയിൽ കൂടെ അമ്മ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ പാലട പായസം വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു സാമ്പാർ, പിന്നെ പുളിശ്ശേരി എന്നല്ലേ പറയുക, മാങ്ങിയിട്ടിട്ട് കിച്ചടിയാണ്, മാങ്ങ കിച്ചടിയാണ്, പുളിശ്ശേരി മാങ്ങ കിച്ചടിയല്ലേ പറയുക, യെസ്. ഓക്കെ, അതും ഉണ്ടാക്കുന്നുണ്ട്. പായസമുണ്ട്, പപ്പടമുണ്ട്, ചോറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഉച്ചയ്ക്ക് എന്തായാലും ലേറ്റാവും, നമുക്ക് രാവിലത്തെ കഴിച്ചാൽ തന്നെ ലേറ്റാണല്ലോ. അപ്പോൾ അമ്മ ഓരോ സാധനങ്ങൾ, അനി പായസം ഉണ്ടാക്കുകയാണ്. ചോറ് കറികളൊക്കെ ആയിക്കഴിഞ്ഞു. അമ്മ പിന്നെ ഈ നമ്മൾ കണിക്ക് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒതുക്കണം കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പയറ് വർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കുകയാണ്. അനിയനെ പായസത്തിൻ്റെ തിരക്കിലാണ്. അനിയനാണ് അധികം പായസങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അനിയ പായസം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തിനാണ് ഇത്രയൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ആർക്ക് കൊടുക്കാനാണാവോ. ഉണ്ടാക്കുമ്പോൾ തൊങ്ങനെ ഉണ്ടാക്കുക. ആകെ 4 പേരുണ്ട്. ആരും അങ്ങനെ മധുരം കൂട്ടുന്ന ആൾക്കാരും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ കണിക്ക് വെച്ച സാധനങ്ങളൊന്നും ഒതുക്കാൻ വിചാരിച്ചു. അപ്പോഴാണ് അതിലൊരു അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടാണ്, കാഷ്യൂ. അപ്പോൾ കാഷ്യൂ കിടക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കഴിക്കാൻ നിൽക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ ആണ് എടുക്കട്ടെ വേണ്ടി വന്നാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. വെജിറ്റബിൾസൊക്കെ നമുക്ക് ആ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ബോക്സിലാക്കി വെക്കണം. ഏകദേശം ഉച്ചയൊക്കെ ആയില്ല, ഇനിയിപ്പോൾ നമുക്കതൊക്കെ ഒതുക്കണമല്ലോ. ഇനി അതൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ആശ്വാസമായിട്ടാട്ടോ അതൊക്കെ ഒന്ന് ഒതുക്കാൻ നിൽക്കണേ. നമുക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്. ഇതൊക്കെ ഓരോന്നോരോന്നും മാറ്റി വെക്കാനും ഒരു വലിയൊരു പണി തന്നെയാണ്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ അമ്മയോടിങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തോ ഒരു സാധനം അമ്മ വെക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയുന്നത്, ഈ സാധനം വെച്ചില്ലല്ലോ നിങ്ങളെ വിട്ട് ഞാൻ അമ്മയോട് പറയുകയാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ പ്രാവശ്യം മാക്സിമം എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സ്, കിട്ടിയ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾസും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മറ്റേ എന്താ പറയുക, ഈ പയറ് വർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ അമ്മ പുളിയോര മാത്രമേ വെക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെയൊക്കെ ഇപ്പോൾ എല്ലാം വെക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യമൊക്കെ എനിക്ക് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ 2 വർഷം മുമ്പത്തെ 2 വിഷുവിന് എനിക്ക് പറ്റാത്ത കൊണ്ടും പീരീഡ്സ് അങ്ങനെ ഒരു ടൈമിലായിരുന്നു, 4th ഡേ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ 2 വർഷം ഗ്യാപ്പിന് ശേഷം എനിക്കിങ്ങനെ
എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോക്കും ഒരുക്കങ്ങളാണെങ്കിലും വെക്കലാണെങ്കിൽ അതൊക്കെ ഭയങ്കര കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടതൊക്കെ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ വയർപ്പൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് മേലെ കൊണ്ടിട്ട് ചെയ്യണം അമ്മ, അല്ലെങ്കിൽ വയർപ്പ് തന്ന പ്രശ്നമാണ് കേട്ടോ, കരിമുള്ളിയൊക്കെ വരും. പിന്നെയാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ അനി ഇവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പടക്കങ്ങൾ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, അവൾ പൊട്ടിച്ച് കഴിഞ്ഞില്ല, അപ്പോഴേക്കൊക്കെ നേരം വെളുത്തു. ഓക്കെ, ഈ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അനിയൻ പണ്ടത്തെ ആ ഒരു നൊസ്റ്റാ ഫീല്, അതായത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്താ സംഭവം ചെയ്യാൻ പോകുന്നത് പിന്നീട് കാണിച്ചു തരാം രാത്രി. അപ്പോൾ അത് അനിയൻ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വന്നിട്ട് എനിക്ക് തീരെ വയ്യാത്ത പോലെ തോന്നുന്നുണ്ട്, അതായത് പീരിയഡ്സ് ആവുന്ന തോന്നുന്നുണ്ട്. ഏകദേശമൊക്കെ നമ്മുടെ വിഷുവിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഇനിയിപ്പോൾ ആയാലും കുഴപ്പമില്ല, എന്നാലും എനിക്ക് ആശ്വാസം ഉണ്ടായി, ഈ പ്രാവശ്യമെങ്കിലും രക്ഷപ്പെട്ടല്ലോ ഞാൻ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ആയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് പെയിൻ ഉണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് പണിയെടുത്തതിൻ്റെയാണെന്ന് അറിയില്ല, അപ്പോൾ മുടിയൊക്കെ ഫുൾ ചിക്കൊക്കെ ആയിരുന്നു, അതൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ അങ്ങനെ കിടന്നിട്ട് വൈകിട്ടാണ് എണീക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം മറന്നത്, ഞാൻ ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് വിളിച്ചൂടെ എന്ന് ചോദിച്ചത്, എൻ്റെ അമ്മയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നു കേട്ടോ. ഇരുന്നതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഉറക്കം വന്ന് അമ്മനെ ഹാളിൽ മിണ്ടാണ്ട് അങ്ങനെ താഴെ കിടന്നുറങ്ങി, അനിയനും കിടന്നുറങ്ങി, ഒക്കെ ഉറങ്ങി. ആരും ഫുഡ് കഴിച്ചില്ല കേട്ടോ, ഒരാളും കഴിച്ചിട്ടില്ല ഫുഡ്. ഏട്ടൻ മാത്രമേ ഇടയിൽ ഉറങ്ങിയിട്ട് ഏട്ടൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു അമ്മനെ, അമ്മ ഉറക്കത്തിൽ എണീറ്റതേ ഇല്ല. കണ്ടോ, ഞങ്ങൾ മാങ്ങ പുളിശ്ശേരിയല്ലേ പറയുക, ഓക്കെ, പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, പായസമുണ്ട്, ചോറുണ്ട്, പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇനി രാത്രി നമുക്ക് ഫുഡ് കഴിക്കാം. എല്ലാവരും ഉറക്കത്തിൽ പെട്ടുപോയി, എന്താ ചെയ്യുക. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മഴ വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതാണ് മഴ പെയ്യുന്നുള്ളത്, അതുകൊണ്ട് നമ്മൾ വേസ്റ്റ് കാര്യങ്ങളൊക്കെ മറ്റേ പടക്കമൊക്കെ പൊട്ടിച്ചതിൻ്റെ പേപ്പറും ബോക്സുകളൊക്കെ അപ്പം തന്നെ കത്തിച്ചു വിട്ടു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതൊക്കെ കൂടി നനവിൽ കിടന്ന് പിന്നെ അത് നനഞ്ഞ് അത് വേറെ വൃത്തികേടാം. അപ്പോൾ വൈകുന്നേരം മഴയ്ക്ക് ചെറുതായിട്ടൊരു മഴ പെയ്തുള്ളൂ കേട്ടോ, വലിയ സീനായിട്ടൊന്നും മഴയൊന്നുമില്ല, കുറച്ചൊന്ന് ചാറ്റൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിൽ വന്നിട്ട് പായസവും കുടിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെ ഉറക്കത്തിൽ പെട്ടു പറഞ്ഞാൽ നമ്മൾ 3 മണിക്കൊക്കെ നമ്മൾ കിടന്നത് തന്നെ 12 മണിയായി. പിന്നെ 3 മണിക്ക് എണീറ്റു. 3 മണിക്ക് എണീറ്റ് തന്നെ നമ്മൾ 8 മണിക്കൂർ ഡെയിലി ഉറങ്ങണം അവിടെ. നമ്മൾ 3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. അതെന്തെങ്കിലും നമുക്കൊരു പരിപാടി എന്തെങ്കിലും പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാം ഉണ്ട്, കല്യാണം ഉണ്ട്, അതൊക്കെ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് തലേദിവസം ഉറക്കവും വരില്ല കേട്ടോ പൊതുവേ. അപ്പോൾ അത് ഉറങ്ങാത്തത് കൊണ്ട് അതിൻ്റേതായ ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും ഉച്ചയ്ക്ക് രാവിലത്തെ ഫുഡ് തന്നെ 12 മണിയായി കഴിക്കുക. അപ്പോൾ ആ ഒരു വയറ് ഫില്ലായപ്പോൾ എല്ലാവരും അങ്ങനെ ഉറക്കത്തിൽ പെട്ടുപോയതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് പായസം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വെളിയിലൊരു കുറച്ച് പരിപാടി ഉണ്ട്. എൻ്റെ അനിയൻ എപ്പോഴും ഇരുന്നിട്ട് ഒരു ഉച്ചനേരത്തിൽ ഇരുന്നിട്ട് കുറച്ചൊരു പണി ഒരുക്കുന്നുണ്ടായിരുന്നല്ലോ, അതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾ കാണാൻ പോണത് കേട്ടോ. ഇനി ഇത് വന്നിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ നൊസ്റ്റ ഫീൽ കിട്ടും. നമ്മളിങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ബാക്കി വേണേൽ പടക്കങ്ങളിലൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെമ്മാറ വേലയൊക്കെ ഉണ്ടല്ലോ, ഒരു സ്റ്റാർട്ടിങ് ചെറുതായിട്ട് ഒരു പടക്കം കത്തിച്ച് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊക്കെ ആ ഒരു ഇൻസ്പയർ ആയിട്ടാണ് അതിൻ്റെ ഒരു നൊസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇതുപോലെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. എവിടെയെങ്കിലും ഉത്സവത്തിന് നടന്നാൽ അതുപോലെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അനിയൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പൂത്തുപോലെ ആയിട്ട് തന്നെ അനിയൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് നമ്മൾ ചെറുപ്പമൊന്നുമില്ല, എന്താ പറയുക, വലുതായി ചെറുപ്പമാണെന്നൊന്നുമില്ല കേട്ടോ, എന്നാലും ഒരു നൊസ്റ്റ ഫീലിംഗ് കൂടിയാണല്ലോ. ആരായാലും ഈ ഒരു ചാൻസ് കുട്ടിക്കാലത്തിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടി എന്തായാലും എല്ലാവരും പോട്ടെ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് പടക്കം പൊട്ടുന്നുള്ളത് നോക്കാം കേട്ടോ. അതാണ് അറ്റത്തല്ലേ അപ്പുറത്തല്ലേ എത്തിയിട്ടില്ലല്ലോ റോക്കറ്റ്. മറ്റേ സംഭവത്തെ നായിക്ക് പോണില്ല. അമ്മയുടെ പേര് ഓ എടുക്കുന്നത് ശരിക്കും
അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള പടക്കം പൊട്ടിക്കലെല്ലാം കണ്ടു. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയട്ടെ. ആ സംഭവമൊക്കെ നമ്മൾ റെഡിയാക്കിയതൊക്കെ എല്ലാ ഡെഡിക്കേഷനും അനിയനുള്ളതാണ്. അനിയൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഉച്ചത്തോളം ഉണ്ടാക്കിയ ഫുഡൊക്കെ നമ്മൾ രാത്രിയായിട്ട് കഴിക്കുന്നത്. എന്താ അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടത് ആരുമേ കഴിച്ചില്ല. അമ്മ പോലും കഴിച്ചില്ല. അമ്മ ഉറക്കത്തിൽ പെട്ടുപോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ രാത്രിക്ക് നമുക്ക് വെറുതെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഫുഡ് തന്നെ നമ്മൾ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിഷുവിൻ്റെ ആ ഒരു വ്ലോഗ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പാലക്കാട് എല്ലാവിടെ ഇങ്ങനെയാണെന്നല്ല, ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്നും കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഇനി അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.